കങ്കുവാ കങ്കുവാ സിരുത്തെ ശിവയുടെ കങ്കുവ തനിക്ക് എന്തുവാ. ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കങ്കുവ മൂവി ഇതുപോലൊരു മൂഞ്ചിയ പടം ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല. എന്തുകൂടെ ശരിക്കും പറഞ്ഞാൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഉണ്ടല്ലോ ലിറ്ററലി മൂഞ്ചിക്കുവാണ്. കൊടുക്കുന്ന കാശിന് എന്തെങ്കിലും ഒരു വില വേണ്ടേ? സൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രതീക്ഷ മാത്രമാണ് ഈ ഒരു മൂവി കാണാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പ്രൊമോഷൻ സമയത്തൊക്കെ എന്തൊക്കെയായിരുന്നു വന്നിരുന്നത് തള്ളുന്നത്. ഒരു തേങ്ങയില്ലാത്ത ഒരു വൃത്തികെട്ട പടം. ഏത് രീതിയിലോട്ടാണ് ആ പടം കണക്ട് ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ കുറെ അലറക്കം മാത്രം. അലറവാണ് അത് മുഴുവൻ വരുന്നത്. തിയേറ്ററിലാണ് ചുറ്റിനിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇരുന്ന് ചിരിക്കുവാണ്. സ്ഥിരമായിട്ട് നടക്കുന്ന കുറെ സംഭവങ്ങൾ തിയേറ്ററിൽ അതേ ആ ഒരു രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കാര്യം സൂര്യയുടെ ഡൈഹാർഡ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരും മോശം എന്ന് ഒരിക്കലും പറയത്തില്ല. എല്ലാവരും നല്ല രീതിയിൽ അതിഗംഭീരം ഇതുപോലൊരു പടം ഇനി ഇറങ്ങാൻ ഇനി ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ തള്ളി മറിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള പടങ്ങൾ റിലീസ് ആകുമ്പോഴത്തേക്ക് ആ പടത്തിന്റെ അതേ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരിക, ആ പിന്നെ കയ്യിലൊരു വാളൊക്കെ പിടിച്ചുകൊണ്ട് വരിക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം ഇവിടെയും നടന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെയുള്ള ഒരു മഹാനെ ആദ്യമേ കണ്ടിട്ട് തന്നെ നമുക്ക് റിവ്യൂലോട്ട് പോകാം. പടം അടിപൊളി, ഗംഭീരം. രാവിലെ വന്നതിന്റെ ആ ഒരു കുറച്ച് കുറവാണെങ്കിലും പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സൂര്യയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ കാർത്തിയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. BGM പിന്നെ കൂടുതൽ വയലൻസ് ആണ് അതിലുണ്ടായിരുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സൂര്യയുടെ എൻട്രി അല്ലേ. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ്, പുള്ളിയുടെ 6 പാക്ക് അതൊക്കെ ആയിട്ടുള്ളൊരു വരവുണ്ട്. അത് വളരെ അതെ അടിപൊളി. എന്തായാലും ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. കാര്യം കൊള്ളാതെ പറയത്തുള്ളൂ, മോശമാണെന്ന് ഒരിക്കലും പറയത്തില്ല. എത്ര പൊട്ടപ്പടമാണെങ്കിലും സൂര്യ കിടലായിട്ട് അഭിനയിക്കും. ഈ പടത്തിൽ സൂര്യയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിച്ചത്? ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ടിട്ടൊക്കെയാണ് പടം എടുത്തതെന്നൊക്കെയാണ് ഇതിനകത്ത് ഡയറക്ടർ വന്ന് തള്ളിയെന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും പൊന്നോ, ഒരു രക്ഷയില്ല. എന്തായാലും നമ്മൾ കാത്തിരുന്ന ഒരു റിവ്യൂ ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. ആരാന്നറിയാം? അശ്വിൻ കോക്കിന്റെ റിവ്യൂ. അശ്വിൻ കോക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ റിവ്യൂസിന്റെ അഭിപ്രായം കേട്ടിട്ട് പോയി പടം കാണരുതെന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുള്ള കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യർ പോലും ഇതിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും മോശമായിട്ട് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് തിയേറ്ററിൽ നിന്ന് നമ്മുടെ കൂടെ ഇറങ്ങിയ ആൾക്കാരെല്ലാവരും ഒരു മനുഷ്യര് പോലും ഈ ഒരു പടത്തെ അംഗീകരിച്ചിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. എന്തായാലും നമുക്ക് അശ്വിൻ കോക്കിന്റെ റിവ്യൂ ഒന്ന് കാണാം. കങ്കുവാ സിരുത്തെ ശിവയുടെ കങ്കുവ തനിക്ക് എന്തുവാ. ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖല, ഇതിൻ്റെ സ്ക്രിപ്റ്റ്, എൻ്റെ പൊന്നോ, ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്, എന്താണ് പടം കണ്ടു കഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരുത്തെ ശിവ എന്ന് മനസ്സിലായിട്ടില്ല. ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നടിപ്പിൻ നായകൻ എത്ര മോശം സിനിമയിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വല്ലാതെ മോശമാറില്ല. ആകെ അദ്ദേഹം മുക്കി എന്ന് പറയുന്നത് സിംഗം സീരീസിൽ മാത്രമാണ്. പക്ഷേ ഇതിലുള്ള മുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ ബാർസും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല. അതുപോലത്തെ മുക്കൽ, ഡയലോഗ് ഡെലിവറി വളരെ മോശം, അലർച്ച, വെറും അലർച്ച, സൂര്യണ്ണ അലറിക്കൊണ്ടിരിക്കുക, ഫുൾ ടൈം അലറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ത്രൂ ഔട്ട്, ഇത് തന്നെയാണ് ആ പടത്തിനകത്ത്. അല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല, അലർച്ച മാത്രമാണ്. എന്തുകൊണ്ടേ ഇത് അലർച്ചയെ പറ്റി പറയാൻ നിന്നേ കുറെ കോമഡി വരും. എന്തായാലും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ എന്താ പറയട്ടെ, നിങ്ങൾ ആരും പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യവും വിഷമവും സങ്കടവും എല്ലാം മാറി കിട്ടും ഇത് കാണുമ്പോഴത്തേക്ക്. ആ രീതിയിലാണ് പണി വെച്ചിരിക്കുന്നത്. എന്തായാലും അശ്വിൻ കോക്ക് പറയുന്ന ബാക്കി കൂടെ കേട്ടു നോക്കാം. മതിയായി, ഈ ജീവിതം മതിയായി, അതുപോലത്തെ സാധനം കണ്ടത്. അങ്ങനെ ഇട്ട് വെറുപ്പിച്ച് അപ്പം വിചാരിക്കും ഓക്കെ ഇതൊരു അപരാധമല്ലേ, സാരല്ല, നല്ല സാധനം വരാനുണ്ടല്ലോ, പഴയ സൂര്യ. നമ്മൾ കങ്കു വരും എന്ന് വെച്ചിരിക്കുന്ന സമയത്ത് കങ്കു വരുവാണ്. കങ്കുവിന് ഇൻട്രോ ആ സ്കോറൊക്കെ GSP ചെയ്ത് കൊള്ളാം. പക്ഷേ പിന്നെ എന്തുവാ ഇത് ഇയാൾ കാണിക്കുന്ന? ഈ കങ്കുവയ്ക്ക് എന്താണ് പ്രശ്നം? ഈ വെറുപ്പിച്ചക്കം പിന്നെ ഭൂതകാലത്തിലുണ്ട്, പിന്നെ ഇവർ തമ്മിലുള്ള പരിപാടി എന്താ, ഒരു യാതൊരു ഇമോഷണൽ കണക്ഷനില്ല. എന്താണ് കങ്കുവ, തനിക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലായി. ഈ ചെക്കനായിട്ട് എന്തെന്നാണ് കങ്കുവ കാണിച്ച് കൂട്ടുന്നത്? അത് എന്തിൻ്റെ ബേസാണ്? അതിൻ്റെ സ്റ്റോറി ഒന്നും കൺവിൻസിങ് അല്ല, ഇമോഷണലായിട്ട് ഒരു തരത്തിലും കണക്റ്റ് ആവുന്നില്ല. ഇങ്ങനെ കാട്ടുകൂടെ പോവുക, കുറേ ആന മുതല, ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ്. VFX എന്നൊക്കെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആന മുതല ഇങ്ങനെ, പിന്നെ കുറേ കാട്, കുറേ വള്ളി,
പിന്നെ ഈ കങ്കുവിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വടംവലിക്കാരനാണെന്ന് തോന്നുന്നു. എവിടെ കയറ് കണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും. എവിടെ കയറ് കണ്ടാലും അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടംവലി മത്സരത്തിന് കങ്കുവയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം മതി. വടം കിട്ടിയോ കങ്കുവ വലിച്ചവിടെ നിൽക്കും. ഒരു ജാതി വലിയ കങ്കുവ. പിന്നെ റബ്ബർ തോട്ടത്തിനകത്ത് ഈ ചിരട്ടയില്ലേ പാലെടുക്കുന്നത്, അതിനകത്തൊക്കെ തീയിട്ടിട്ട് കയറ് വലിച്ച് വിടുക, എന്നിട്ട് എല്ലാവരും തെറിക്കുക. അതിന് കങ്കുവ അലറുക കിടന്നിട്ട് ഇത് തന്നെ ഈ പടത്തിനകത്ത് ത്രൂട്ട്, വേറെ ഒന്നുമില്ല. ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതും കൂടി സഹിക്കേണ്ടി വരും. എന്നാലും അടുത്ത കാലത്തെങ്കിലും സെക്കൻഡ് ഇറങ്ങാൻ ചാൻസ് ഇല്ല. അമ്മാരി അപരാധമാണ് ഫസ്റ്റിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തുണ്ടെങ്കിലും സെക്കൻഡ് അങ്ങ് അടിച്ചു വിടും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ, എന്ത് പടം എടുത്തു കഴിഞ്ഞാലും സെക്കൻഡ് ഉണ്ട്, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് കുറെ കോമാളത്തരം കാണിച്ചു വെച്ചിട്ടാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയണത്. എന്തായാലും ഇതോടെ കൂടി തീർന്നിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല കേട്ടോ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം, തമിഴ്നാട്ടിലും ഇത് തന്നെയാണ്. തമിഴ്നാട്ടിലെ റിവ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. படம் முடிச்சிட்டாங்க ப்ரோ, ஒன்றுமே இல்லை. நாங்களும் வேறு எக்ஸ்பெக்டேஷன் வச்சு வந்தோம், ஒன்றும் இல்லை படத்தில். எதிர்பார்த்த அளவுக்கு இல்லை. சூர்யானால தான் வந்தோம், சூர்யா ஃபேன்ஸில் வந்தோம். நான் பார்த்தேன் மியூசிக்லாம் ஓகே, ஆனால் படத்தில் ஒன்றுமே இல்லையே, கதையே இல்லை. இப்படி வச்சுக்கிட்டு லெஃப்டில் ஒரு ரூம்பு ரைட்டில் ஒரு ரூமுன்னு சொல்லிட்டு ஒரு விஷயத்த பண்ணிவிட்டு ஒரு பையன் வந்து இங்கே குத்திட்டான். அடுத்த சீன் கட் பண்ணோன்னு 4 பேரை கொண்டு விட்டு மேலே வச்சு நிற்கிறாப்புல. இதெல்லாம் ஏற்றுக்கிற மாதிரி இருக்கா? நம்ம சித்து சிவா மாறவே கிடையாது. நம்பி இந்த படத்துக்கு வந்துடாதீங்க. ஃபஸ்ட் ஹாப்லேயே மனுஷன் நொந்த வச்சிட்டானுங்க. இதெல்லாம் ஒரு படம்னு சொல்லிட்டு വേലൂരിലിருந்து കിട്ടത്തட்ட 2:15 നാங்கள் വന്നത്. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളും പിന്നെ വേറെ കുറേ സംഭവങ്ങളും പിന്നെ ആ ഒരു പയ്യൻ തുടക്കം തമ്മിൽ സമയത്ത് തൊട്ടേ ഒരു പയ്യൻ്റെ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറൊക്കെ ആയിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. ഇത് ഒരു കഥയില്ലടേ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മളൊന്നും അതിൻ്റെ സ്പോയിലേഴ്സ് വന്നിരുന്ന് വിളിച്ചു പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പകുതിയൊന്നും വിളിച്ച് പറയാത്തത്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ഇട്ട് അതിൻ്റെ ആ ഒരു കാര്യം പറ. കാര്യം നമ്മളാരും പറഞ്ഞിട്ട് ആ പടത്തിനെ വെറുതെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കുക അങ്ങനെയൊന്നും അല്ല. കാര്യം എന്തുവാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തോ ലിറ്ററലി ആൾക്കാരെ സത്യം പറയാനല്ല ഇങ്ങനെയൊക്കെയുള്ള രീതി പറഞ്ഞ ആൾക്കാരെയൊക്കെ പറ്റിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം സൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ പടമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എന്താ പറയുക, നമ്മൾ കാത്തിരുന്ന് കാണും ആ പുള്ളിയുടെ പടം. കാര്യം ആ പുള്ളിക്കാരൻ കൊടുക്കുന്ന പടത്തിനുള്ള ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇത് ലിറ്ററലി ആൾക്കാരെ മൂഞ്ചിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തുകൂടെയാണ് ഡയറക്ടർ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും പറയാനില്ല എന്നാ. ഞാൻ എന്തായാലും എനിക്ക് ആധികാരികങ്ങളായിട്ട് എനിക്ക് പടത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, ബിക്കോസ് ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഇത് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. എന്തായാലും ബാക്കിയുടെ കണ്ടുനോക്കാം. இவ்வளோ நேரம் வெயிட் பண்ணி இந்த கர்மத்தை பார்த்ததுக்கு சுத்தமாக மிகப்பெரிய டிசப்பாயின்மெண்ட். இந்த படத்தை அவங்க பார்க்காம வாயிலேயே வடை சுட்டுருக்காங்க. அந்த வாயை பொழந்துட்டு பார்ப்பாங்க அப்படின்ற மாதிரி சூர்யா சொன்னார் இல்லையா, அது எதுக்குன்னு இது வரைக்கும் எனக்கு புரியல. நீங்கள் என்ன பார்த்து சொல்லுங்கள் ப்ரோ. 200 கோடியே வராது ப்ரோ. இது நீங்கள் வேறு ஃபஸ்ட் டே கலெக்ஷன் மிஞ்சி போனால் 70 வரும். நீங்கள் ஒன்றா பாருங்கள், படம் ஓடாது. 50 കോടി അടിച്ച് അല്ലാതെ എന്തോ ഇതിനകത്തൊക്കെ അടിക്കാൻ പറ്റും. അത്രയും പോലും പോകുന്ന എനിക്ക് അറിയത്തില്ല. മേ ബി ഈ ഫാൻസിൻ്റെ ഒക്കെ ഷോയും കാര്യങ്ങളൊക്കെ മേ ബി അത്രയൊക്കെ കളക്ട് ചെയ്ത് കിട്ടുമായിരിക്കാം. പക്ഷേ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇതുപോലെ ഈ അടുത്തെങ്കിൽ ഇതുപോലെ ഒരു വൃത്തിയിട്ട പടം കണ്ടിട്ടില്ല. വെളുപ്പാരാവിലെയൊക്കെ എണ്ണീറ്റ് പോയി ഈ പടമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇത്രയും അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടവർക്ക് അത് നല്ല രീതിയിൽ അത് കണക്ട് ആവും. ഉറക്കം ഒളിഞ്ഞ് പോയിട്ട് 4 മണിക്കൊക്കെ പോയിരുന്ന് പടം കാണാൻ പോയിട്ട് അതിൻ്റെ പടം 4 മണി എന്ന് പറയുന്നത് തുടങ്ങി എത്ര മണിക്കാണ്? അതിലും വലിയ കോമഡി. ലൈസൻസ് അങ്ങാണ്ട് കിട്ടിയ താമസിച്ച് പോയെന്നൊക്കെ പറയുന്നത്. ഈ അടുത്തെങ്കിൽ ഇതുപോലൊരു അപരാധം നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.